ഉരുട്ടിക്കൊണ്ട് പോകുന്ന കറവ് മെഷീൻ നമ്മുടെ പശു ഫാമിലോട്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പാല് കറന്നെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ അല്ലേ ബ്രോ? അതെ. ഞാനിപ്പോൾ നമ്മളെ പാലക്കാട് നടുപ്പുണിയുള്ള നമ്മുടെ വിഷ്ണുപ്രോയുടെ വീട്ടിലാണ്. വീട്ടിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പും ഇതിന്റെ നിർമ്മാണവും കാര്യങ്ങളും അല്ലേ? അപ്പൊ ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഹൈ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇവർ പറയുക മാത്രമല്ല, ഞാനത് കാണുകയും ചെയ്തു. ഇവരുടെ വർക്ക്ഷോപ്പ് കൊണ്ട് ആ കാണുന്നതാണ്, വീടിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നത് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പാണ്. പുള്ളിക്കാരൻ കുറേ വർഷമായിട്ട് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ നാട്ടിലെ ക്ഷീര കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു 5 പശുക്കൾ 10 പശുക്കൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ഫാമിലോട്ടുള്ള ഒരു മെഷീനാണ്. ഇതിൻ്റെ കൂടെ തന്നെ 25 ലിറ്ററിന്റെ ഒരു മിൽക്കിംഗ് ബക്കറ്റ് വരുന്നുണ്ട്. അവർക്ക് 150 LPM ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് കൊടുക്കുന്നത് മോട്ടർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് പോയിട്ട് സെയിം മോഡലാണ്. ഇപ്പൊ 5 പശുവിന്റെ മോട്ടർ മാറ്റിയിട്ട് 10 പശുവിന്റെ ആക്കാൻ പറ്റും. അതായത് ട്രോളി മിൽക്കിംഗ് മെഷീൻ ആണ് ഈ കാണുന്നത്. നമുക്ക് ഫാമിലോട്ട് നമുക്ക് എങ്ങനെ വേണം ഉരുട്ടിക്കൊണ്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ അപ്പൊ ചോദിക്കും, നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പാല് കറക്കും? അപ്പൊ അതിന് നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ കാണുന്ന മെഷീൻ. ഇത് നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിനാണ്. കിസാൻ ക്രാഫ്റ്റിന്റെ പെട്രോൾ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്. 7 HP അല്ലേ ബ്രോ? 7 HP ആണ്. നമുക്കൊരു 10 പശുക്കൾ മുതൽ മുകളിലോട്ടുള്ള പശുവിന്റെ എല്ലാം തന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന്റെ കൂടെ തന്നെ കറണ്ട് പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പെട്രോൾ എഞ്ചിനുള്ള മെഷീൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് SB ഡയറി എക്യുപ്മെന്റ്സിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മിൽക്കിംഗ് മെഷീൻസ് നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബ്രോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും എനിക്ക് തോന്നുന്നു 7ഓളം വെറൈറ്റി പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് നിലവിലല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ചെയ്യാം. കസ്റ്റമൈസ്ഡ് ചെയ്ത ഒരു മോഡലാണ് ഇത് ഈ കാണുന്നല്ലേ? അതായത് ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് ചെയ്തത് പിന്നെ അങ്ങനെ മോഡൽ ആക്കിയതാണ്. അതെ, അവർക്ക് ഈ ബക്കറ്റ് ഈ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ ട്രോളി ടൈപ്പ് വേണം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കസ്റ്റമറിന്റെ സജഷൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ട് ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ റിഡക്ഷൻ നമുക്ക് ചെയ്തിട്ടില്ല. ശരി, അത്ര ഹെവി ബിൽഡ് സാധനങ്ങളാണ്. കംപ്ലൈന്റ് വരില്ല. അത്രയും മാക്സിമം കംപ്ലൈന്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, പിന്നെ അത് നമുക്ക് വീട് വർഷമല്ല ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അവിടെ ഓടിയൊന്നും പോകാൻ പറ്റില്ലല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഡക്ട്സ് ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. അതെ, ക്വാളിറ്റി ഗ്യാരണ്ടി. പല ടൈപ്സ് വരും. എത്ര മോഡൽസ് നിലവിൽ നമുക്ക് ഏകദേശം ഒരു 7 മോഡലിന്റെ അടുത്ത് വരും. ഓക്കെ, 7 മോഡൽ എന്ന് പറയുമ്പോൾ പല കപ്പാസിറ്റി ഉള്ളതാണ്. പല കപ്പാസിറ്റി, പല മോഡൽ, കറണ്ട് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്, പറ്റാത്തത്, അങ്ങനെയൊക്കെ ഉണ്ട്. ട്രോളി ടൈപ്പ് അങ്ങനെ എല്ലാം. അപ്പൊ ഇവിടെ തന്നെ കുറെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നല്ല നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത്. അതെ, സ്വന്തം. നമുക്ക് ഓരോ മോഡൽ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഏറ്റവും ചെറിയ മോഡൽ നമുക്ക് 5 പശു 3/4 HP മോട്ടർ. ഓക്കെ, 5 പശു തന്നെ 3/4 HP കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് വരുന്ന വാക്വം ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞ് 18 ലിറ്ററിൽ കൂടുതലുണ്ട്. ഈ ടാങ്കിന് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണ്. അതെ. പിന്നെ ഇതിലേക്ക് വരുന്നത് ഡ്രെയിൻ വാൽവ് ഒക്കെ നമുക്ക് ബ്രാസിന്റെ, പിന്നെ ആന്റി വൈബ്രേഷൻ ബുഷ് കാര്യങ്ങള്, എല്ലാ ഫിറ്റിംഗ്സ്, എല്ലാ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 5 പശുക്കള് 3/4 HP. അതെ, 3/4 HP. എത്ര ലിറ്ററിന്റെ? 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ്, സ്റ്റീൽ. അപ്പൊ ഇതിന്റെ ഒരു വില എത്രയാണ് വരുന്നത്? വില 21,500 വരും. 21,500. വാറന്റി കൊടുക്കുമോ? വാറന്റി 1 ഇയർ റീപ്ലേസ്മെന്റ്. അതെ, പുതിയ സാധനം, പുതിയ മോട്ടർ ടാങ്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി പുതിയ സാധനം. സർവീസ് അല്ല, പുതിയ സാധനം. ഈ സാധനം കേടാണെന്നുണ്ടെങ്കിൽ പുതിയ സാധനം കൊടുത്തിരിക്കും. അടുത്ത മോഡൽ നമുക്ക് 10 പശു കറക്കാനുള്ളതാണ്. ഓക്കെ, 10 പശു കറക്കാനുള്ളത് നമുക്ക് 1 HP 0.9 HP വരും. ഒരു പോയിന്റ് കുറവായിട്ടുള്ള HP ഹൈ മോട്ടറാണ് കൊടുക്കുന്നത്. 10 പശു വരെ കറക്കാൻ പറ്റുന്നത്. ടാങ്ക് കപ്പാസിറ്റി നമുക്ക് 5 പശുവിനേക്കാൾ കുറച്ച് കൂടുതൽ 20 ലിറ്ററിന്റെ അടുത്ത് വരും. അതേപോലെ ഫിറ്റിംഗ്സ് ഹെവി ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് വെയിറ്റ് വന്ന ഒരു 36 കിലോ 37 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഫുൾ സെറ്റിന് അത് നമുക്ക് 200 LPM 10 പശുക്കൾ കറക്കാൻ. അടുത്ത മോഡൽ നമുക്ക് 300 LPM നമുക്ക് 1.5 HP അടുത്ത് വരും മോട്ടറിന്റെ കപ്പാസിറ്റി. ഇത് വേക്കൻ ടാങ്ക് കപ്പാസിറ്റി ഏകദേശം 20 ലിറ്ററിന്റെ അടുത്ത് വരും. സെയിം അതേപോലെ നമുക്ക് ഹെവി സാധനം ടാങ്ക്, ഡ്രെയിൻ വാൽവ് ബ്രാസിന്റെ അതൊക്കെ സെയിം ആണ്. 18 ലിറ്ററിന്റെ വാക്യൂം ടാങ്ക് ഒക്കെയാണ് കൊടുക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു 10 പശുവിന്റെ വില പറഞ്ഞില്ല? 10 പശുവിന്റെ വില 25,500. 25,500 നമ്മുടെ ഇതിന്റെ 15 പശുവിന്റെ നമുക്ക് 37,500 വരും. 37,500. ഇതെല്ലാം തന്നെ 1 ഇയർ റീപ്ലേസ്മെന്റ്. ഇതെല്ലാം തന്നെ നമുക്ക് കറണ്ട് ഉപയോഗിച്ച് കറണ്ടിൽ മാത്രം ഉപയോഗിക്കുന്നത്. കറണ്ട് പോയാൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? കറണ്ട് പോയാൽ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് പിന്നാലെ ഉള്ളത്. ഈ എഞ്ചിൻ ടൈപ്പ് കിസാൻ ടൈപ്പ് വെച്ചേക്കുന്നത്. അതെ, എന്തിന്റെ എഞ്ചിനാ? എല്ലാ കിസാൻ ക്രാഫ്റ്റിന്റെ 7 HP എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ. അതെ.
നമുക്ക് 10 പശു വരെ കറക്കാൻ പറ്റുന്ന 200 LP പമ്പാണ് നമുക്ക് കൊടുക്കുന്നത്. അതിന്റെ മോഡലാണ് ഈ കൊടുക്കുന്നത്. അതെ, അത് മുതലാണ് നമുക്ക് പെട്രോൾ എഞ്ചിൻ മോഡൽ കൊടുക്കുന്നത്. 7 HP അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ വില എത്രയാണ്? ഈ ഒരു യൂണിറ്റിന് വില 42,500. 42,500 നമുക്ക് കറണ്ടിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ സിംഗിൾ ബക്കറ്റ്. ഇത് ഏകദേശം നമുക്ക് ഒരു 55 കിലോ വെയിറ്റ് വരും. 55 കിലോ ഫുൾ സെറ്റിന് വരെ 55 കിലോ വെയിറ്റ്. വെച്ച് കാണിച്ചു ബ്രോ, ഇതുകൂടെ അങ്ങനെയല്ല ഒരു യൂണിറ്റ് വരുന്നത്. അതെ. ഓക്കെ, ഇതാണ് നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ ബേസ് മോഡൽ അല്ലേ? അതെ, പെട്രോൾ എഞ്ചിന്റെ ബേസ് മോഡൽ ഇതാ ഈ കാണുന്നത്. 10 പശുക്കൾ മുതൽ 10 പശു വരെ കറക്കാൻ പറ്റുന്ന. ഓക്കെ, അടുത്ത വലിയ മോഡൽ. അടുത്ത വലിയ മോഡൽ നമുക്ക് 15 പശു. 1.5 HP മോട്ടർ, അതേ സെയിം 7 HP കിസാൻ ക്രാഫ്റ്റ് എഞ്ചിൻ. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് ഒരു 65-68 കിലോ വെയിറ്റ് വരും. അത്ര ഹെവിയാണ്. ഓക്കെ, സെയിം വാക്കൻ ടാങ്ക് എല്ലാം സെയിം ആണ്. 20 ലിറ്റർ കപ്പാസിറ്റി ഏകദേശം അത്രയും വരും. ഓക്കെ, അതാണ് നമുക്ക് കൊടുക്കുന്നത്. അതെ. ഓക്കെ, നമ്മുടെ ഹെവി മെഷീൻ ഏതാ വരുന്നത്? പിന്നെ നമുക്ക് ഡബിൾ ബക്കറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഡബിൾ ബക്കറ്റ് വരുന്നത് ഇതിന്റെ വില വന്നിട്ട് നമുക്ക് ഏകദേശം 52,500 വരും. 52,500 നമുക്ക് ഈ ഒരു മെഷീൻ കൊടുക്കാം.